ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 4 ഉൾപ്പെടെയുള്ള തിരുവചനങ്ങളാണ്. ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യർക്ക് നൽകിയ ഏക പ്രാർത്ഥന, സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. സുവിശേഷങ്ങളുടെ ആകെ സംഗ്രഹമാണ് ഈ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന. വിശുദ്ധ അമ്മ ത്രേസ്യ പറയുന്നത് പോലെ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന നമ്മൾ ഓരോരുത്തരും ആവർത്തിക്കുമ്പോൾ പിതാവ് ആരാണെന്നും അത് പഠിപ്പിച്ച ഈശോ ആരാണെന്നും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. അതുകൊണ്ട് തന്നെ അമ്മ ത്രേസ്യ വീണ്ടും ചേർത്ത് വെച്ച് പറയുകയാണ്, ദൈവത്തെ അറിയാനുള്ള ഒരു ക്ഷണക്കത്താണ് ഈ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന. വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളൻ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയെ പറ്റി പറയുന്നത് ഇപ്രകാരമാണ്: എല്ലാ ക്രിസ്തീയ സുഹൃതങ്ങളുടെയും ഒരു സംഗ്രഹമാണ്, എല്ലാ പ്രാർത്ഥനകളുടെയും നമ്മുടെ അപേക്ഷകളുടെയും ഒരു സംഗ്രഹം തന്നെയാണ് ഈ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന. സ്നേഹം നിറഞ്ഞവരെ, ഈശോ നൽകിയ പ്രാർത്ഥന നമ്മൾ ആവർത്തിക്കുമ്പോൾ, ചൊല്ലുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരേണ്ട ചിന്ത എന്ന് പറയുന്നത് പിതാവായ ദൈവം ആരാണ്, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം എന്താണ്, പിതാവിൻ്റെ കാരുണ്യം എന്താണെന്ന് അതാണ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്. നമുക്കിനി മുതൽ ഈ ഒരു മനോഭാവം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നമ്മൾ ചൊല്ലുമ്പോൾ എനിക്ക് പിതാവായ ദൈവത്തെ അപ്പ എന്ന് വിളിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ദൈവമായ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ ചിന്തകളിൽ നമുക്ക് ഇന്നത്തെ ദിവസം ചിലവഴിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.